അസ്സലാമു അലൈക്കും. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മുലക്കരം എന്ന അനാചാരത്തെക്കുറിച്ചാണ്. പണ്ട് തിരുവിതാംകൂറിൽ നടന്ന ഒരു അനാചാരമാണ്. താഴ്ന്ന ജാതിയിലുള്ള ഹിന്ദു സ്ത്രീകൾക്ക് മാറ് മറയ്ക്കണതിന് മുലക്കരം കൊടുക്കണം. അതായത് ഈ തിരുവിതാംകൂർ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കന്യാകുമാരി മുതൽ ഈ അങ്കമാലി വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അതിൻ്റെ ഇടയിൽ ചില പ്രദേശങ്ങൾ മാത്രം കൊച്ചി രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം പക്ഷേ ഈ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൊച്ചി ഏരിയ, പള്ളുരുത്തി അടങ്ങുന്ന കൊച്ചി ഏരിയ, തൃപ്പൂണിത്തുറ ഇതെല്ലാം കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകളുടെ കാര്യം പോട്ടെ, ഉയർന്ന ജാതിക്കാരായ നായർ സ്ത്രീകൾക്ക് പോലും ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്പൂതിരിമാരുടെ മുന്നിൽ തൻ്റെ മാറിടം തുറന്നു കാണിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം യുവതികൾക്കും മാറു മറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അന്ന് തിരുവിതാംകൂർ രാജ്യത്തിൽ ഏകദേശം ഒരു 20%, 25%-ഓളം സവർണരും ഒരു 15%-ഓളം ക്രിസ്ത്യൻസും പിന്നെ ഒരു 8% മുസ്ലിംസുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 48% വരുന്നുള്ളൂ. ബാക്കി ഒരു 52% പേരും മാറിടം തുറന്ന് നടക്കണമായിരുന്നു. നാടാർ യുവതിമാർ അന്ന് സമരം ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ, ചാന്നാർ ലഹള എന്ന് പറയും. നായർ യുവതിമാരല്ല, നാടാർ യുവതിമാർ അന്ന് നടത്തിയ ഒരു പ്രക്ഷോഭമാണ്. അന്ന് മാറിടം മറയ്ക്കാൻ അവർക്ക് അവകാശം ലഭിച്ചെങ്കിലും പിന്നീട് അത് റദ്ദ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴുള്ള കന്യാകുമാരിയിൽപ്പെട്ട കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്, മാർത്താണ്ഡം എന്ന് പറയും. മാർത്താണ്ഡം അത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ മാർത്താണ്ഡത്തിന് ആ പേര് ലഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പേരിലല്ല, മാറ് താണ്ഡം എന്ന തമിഴ് വാക്കിൽ നിന്നാണ്. മുലക്കരം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ഈ പേര് വരെ ലഭിച്ചത്. ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന സനാതന ധർമ്മം അന്ന് എന്തായിരുന്നു എന്ന് നമുക്ക് അറിയാലോ. ഈ അയിത്തവും അനാചാരവും എല്ലാം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വരരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ആ അവസ്ഥ വരരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. പിന്നെ ഒരു നങ്ങേലി എന്നൊരു കഥയുണ്ട്. ബ്രസ്റ്റ് ടാക്സ് വാങ്ങാൻ വന്നവരുടെ മുന്നിൽ വെച്ച് തൻ്റെ മുലകൾ അറുത്തതിന് ശേഷം രക്തം വാർന്ന് മരിച്ച ആ നങ്ങേലിയുടെ കഥ. പിന്നെ ഈ തിരുവിതാംകൂർ രാജ്യത്ത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഈ താഴ്ന്ന ജാതിക്കാർക്ക്, യുവതികൾക്ക്, താഴ്ന്ന ജാതി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. അവർ താഴ്ന്നവരോ ഉയർന്നവരോ എന്നൊന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്കുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. പക്ഷേ അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അവർ താഴ്ന്നവരോ സവർണർ ഉയർന്നവരോ വെളുത്തവർ ഉയർന്നവരോ കറുത്തവർ താഴ്ന്നവരോ എന്നൊന്നല്ല. ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരു ചേലക്കര എന്നൊരു പ്രദേശമുണ്ട്. അന്ന് ടിപ്പു സുൽത്താൻ കേരളത്തിൻ്റെ മലബാർ ഏരിയ ഒക്കെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് യുവതിമാർ, സ്ത്രീകൾ പലരും മാറി മറയ്ക്കാതെ നടക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിർബന്ധമായിട്ടും ഈ ചേല വിതരണം ചെയ്തു, ഡ്രസ്സ് വിതരണം ചെയ്തു. ചേല വിതരണം ചെയ്തുകൊണ്ടാണ് തൃശ്ശൂരിലെ ആ പ്രദേശത്തിന് ചേലക്കര എന്ന് പേര് വന്നത്. അല്ലാതെ വേറെ കാര്യങ്ങൾക്കൊന്നുമല്ല. പല സ്ഥലത്തിലും പേര് ഈ ടിപ്പു സുൽത്താൻ്റെ ഹൈദരാലിയുടെയും പേരിൽ വന്നിട്ടുണ്ട്. ഈ അങ്കമാലി എന്ന് പറയുന്ന പ്രദേശം, ആ അങ്കമാലി എന്ന പേര് വന്നത് തന്നെ അലി അംഗം വെട്ടിയ സ്ഥലത്ത്. ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഹൈദരാലിയുടെ പേരിലാണ് അങ്കമാലിക്ക് ആ പേര് വന്നത്. മാഞ്ഞാലി എന്നൊരു പ്രദേശം എറണാകുളം ജില്ലയിൽ വേറെ ഉണ്ട്. അത് ആലുവക്കും ഈ നോർത്ത് പറവൂരിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അത് അലി അവിടെ നിന്ന് എസ്കേപ്പ് ആയ പ്രദേശമാണ്. അലി മാഞ്ഞ പ്രദേശം, മാഞ്ഞാലി എന്ന് പേര് വന്ന്. അന്ന് ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിച്ചപ്പോൾ അലി അവിടെ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് അതിന് മാഞ്ഞാലി എന്ന് പേര് വന്നത്. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരം വരികയും എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശം ലഭിക്കുകയും ചെയ്തു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ പലരും സമരം ചെയ്യുന്നത് മാറി തുറക്കുന്നതിനാണ്. സ്ത്രീകളുടെ അവകാശം മാറി മറച്ച് നടന്നാലോ പർദ്ദയിട്ട് നടന്നാലോ സ്ത്രീകളുടെ അവകാശം ഹനിക്കപ്പെടുന്നു. സ്ത്രീകളെ ഒരു കൂട്ടിലടച്ചിരിക്കുകയാണ്. പർദ്ദ ധരിച്ചാൽ ഓട്ടോറിക്ഷ പോകുന്നത് പോലെയാണ് എന്നെല്ലാമാണ് അവർ പറയുന്നത്. ഈ ന്യൂ ജനറേഷൻ എന്ന സ്വതന്ത്ര ചിന്തകരും പിന്നെ ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ സത്യത്തിൽ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി.